വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ഗോതമ്പ് മാവ് ഉപയോഗിച്ച് കുറച്ച് സ്പൈസി ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് മെഷർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്പൈസി ആയിട്ട് കഴിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് വേണം ചേർക്കാൻ. പിന്നെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം. പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ വേണം. നമുക്കിത് പരത്തി ഒന്ന് റോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ വേണം. പിന്നെ ചപ്പാത്തി പോലെ മാവ് കുഴച്ചെടുത്ത് ഇത് പരത്തി എടുക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് മാവും വേണം. പിന്നെ പൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ എണ്ണയും വേണം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വേണമെന്നില്ല, വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നമ്മൾ 1 കപ്പ് മാവ് എടുത്തിട്ടുള്ളത് കൊണ്ട് 1/2 ടീസ്പൂൺ മതിയാവും. ഈ എണ്ണയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടിത് നമുക്ക് കുഴച്ചെടുക്കാം. മാവ് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചപ്പാത്തിക്ക് പോലെ. അഥവാ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുകയാണെങ്കിൽ കുറച്ച് മാവും കൂടെ ചേർത്ത് ഇങ്ങനെ കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം. മാവിൽ വെള്ളം കൂടുതലായിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് എണ്ണ പിടിക്കും. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ചപ്പാത്തിയുടെ മാവ് പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി കുഴച്ചെടുത്ത മാവ് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. മാവ് കുഴച്ച് വെച്ച് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ചപ്പാത്തിയുടെ അളവിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ട് ഒരു ഉരുള ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാവിലൊന്ന് മുക്കി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ തന്നെ ഇത് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്രയും തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന അതേ തിക്നെസ്സിൽ ഞാനൊരു ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചപ്പാത്തിയുടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിൽ എല്ലാ വശത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഓയിൽ ഒരുപാട് ചേർക്കണ്ട, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കിട്ടണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഫുള്ളും തേച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഇങ്ങനെ പിടിച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുട്ടി ഫുള്ളും ഇങ്ങനെ അറ്റം വരെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഈ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് പകുതിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പകുതി മാറ്റിയിട്ട് ഇനി ഒരു പകുതി നമുക്കിങ്ങനെ ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഇതിൻ്റെ വീതി ഒന്ന് നമുക്ക് കുറഞ്ഞ് കിട്ടണം. കുറച്ചുകൂടെ തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കുറച്ചും കൂടെ ടൈറ്റായിട്ടൊന്ന് പാക്കായി കിട്ടുന്നത് പോലെ നമുക്ക് കിട്ടണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവ് വീതി കുറഞ്ഞിട്ട് കുറച്ചും കൂടെ നമുക്ക് തിന്നായിട്ട് കിട്ടും. ഇങ്ങനെ തിന്നായിട്ട് ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഈ ഒരു അളവിനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത ഈ ഓരോ പീസും ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിരലടയാളം ഒന്ന് പതിയുന്ന രീതിയിൽ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വളരെ തിന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. തിക്കായിട്ട് നിൽക്കുന്ന ഭാഗം കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അധികം ബുദ്ധിമുട്ടുള്ള പണിയല്ല. പെട്ടെന്ന് റോൾ ചെയ്തിട്ടിട്ട് എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും തിക്കല്ലാത്ത രീതിയിൽ എല്ലാ സൈഡും ഒരുപോലെ കിട്ടുന്ന രീതിയിലായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. മാവിന് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പൊരിച്ചെടുക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുമില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടിപ്പോകാതിരിക്കാനായിട്ട്. പിന്നെ പരത്തിയെടുത്തും ഇതുപോലെ തിക്കല്ലാത്ത രീതിയിൽ എല്ലാ സ്ഥലവും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കണം. ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇത് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ചായിട്ട് നമുക്കിത് എണ്ണയിലിട്ട് കൊടുക്കാം. ഇതെല്ലാം പൊരിക്കാനായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് നിറം മാറുകയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് പൊരിച്ചെടുക്കാം.
ചെറുതായിട്ട് ഒന്ന് ചൂടായി കിട്ടുമ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ അടർന്ന് ഒന്നൊന്നായിട്ട് ഇളകി കിട്ടും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിത് ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്തു വെക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ചും കൂടെ ഇത് ഡാർക്ക് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഈ ചൂടിൽ തന്നെ കുറച്ചും കൂടെ ഇത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ സമയത്ത് തന്നെ എടുത്ത് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രം ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിക്കുക. ചൂട് മാറുന്നതിന് മുമ്പ് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. നല്ല തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് ഒരു മാസം വരെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പരത്തുന്ന സമയത്തും ഇതൊന്ന് കൈകൊണ്ട് അമർത്തിയെടുക്കുന്ന സമയത്തും വളരെ തിന്നായിട്ട് തിക്കല്ലാത്ത രീതിയിലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് മാവ് കൊണ്ടുള്ള സ്നാക്ക് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.